ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. A.K. ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? A.K. ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ഓപ്ഷൻ ബി, കണ്ണൂർ മുതൽ മദ്രാസ് വരെ. എന്താണ്? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു A.K. ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയൂട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയൂട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ഓപ്ഷൻ എ, പഴശ്ശിരാജ. ആരാണ്? പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയൂട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. ഓപ്ഷൻ സി, ലോഗൻ കമ്മീഷൻ. ഏതാണ്? ലോഗൻ കമ്മീഷനാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ഓപ്ഷൻ ബി, ക്ഷേത്രപ്രവേശന വിളംബരം. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ ബി, റാണി ഗൗരി പാർവതിബായി. ആരാണ്? റാണി ഗൗരി പാർവതിബായിയാണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. ഓപ്ഷൻ എ, ഹെർമൻ ഗുണ്ടർട്ട്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. ഓപ്ഷൻ ബി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി, V.T. ഭട്ടതിരിപ്പാട്. ആരാണ്? V.T. ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. ഓപ്ഷൻ ബി, 1891 എന്നാണ്. 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി, A.K. ഗോപാലൻ. ആരായിരുന്നു? A.K. ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി, വെങ്ങാനൂരിൽ നിന്ന്. എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ഓപ്ഷൻ ഡി, പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ഓപ്ഷൻ ബി, ശ്രീനാരായണ ഗുരു. ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ, പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ സി, രാമനമ്പി. ആരാണ്? രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ്. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്?
ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ കെ ബി മേനോൻ. ആരാണ്? ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഏതാണ്? ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ഏതാണ്? പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. കുണ്ടറ വിളംബരം നടത്തിയ വർഷം എന്നാണ്? കുണ്ടറ വിളംബരം നടത്തിയ വർഷം എന്നാണ്? ഓപ്ഷൻ ബി 1809 എന്നാണ്. 1809 കുണ്ടറ വിളംബരം നടത്തിയ വർഷം. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആലുവ. ഏതാണ്? ആലുവയാണ് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചതാര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. ആരാണ്? അംശി നാരായണ പിള്ളയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചതാര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തുംവിധം മുണ്ടുടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തുംവിധം മുണ്ടുടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. ഓപ്ഷൻ ബി ചാന്നാർ ലഹള. ഏതാണ്? ചാന്നാർ ലഹളയാണ് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തുമിതും മുണ്ടെടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്.